അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വഴിയാണ് അത് നടക്കുന്നത് എന്ന് നീ വിശ്വസിക്കരുത്. അദൃശ്യമായി നീട്ടപ്പെട്ട ദൈവകരങ്ങളാണ് അത് ചെയ്യുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ കുർബാനയുടെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ, അതിലെ അടയാളങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓരോ പ്രാർത്ഥനയും എത്രയോ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് കുർബാനയിലെ പ്രാർത്ഥനകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും സ്വയം പ്രേരിത പ്രാർത്ഥനയെക്കാളും എത്രയോ വലുതാണ് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ എന്ന് നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയുടെയും ഓരോ കർമ്മത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. കുർബാനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വചന ശുശ്രൂഷ എന്ന് നമ്മൾ കണ്ടു. ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി വേണം വചനം കേൾക്കുവാൻ. അതിന് സഭ നമ്മളെ ഒരുക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ദൈവത്തെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് അവിടുത്തെ പരിശുദ്ധൻ എന്ന് പാടി യെശയ്യാ പ്രവാചകനെ പോലെ തൻ്റെ അശുദ്ധിയെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് അവിടുത്തെ വചനം നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കുർബാനയിൽ 4 വായനകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. ആഘോഷമായ കുർബാനയിലാണ് നമ്മൾ 4 വായനകൾ കാണുക. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കുർബാനയിൽ 2 വായനകളാണുള്ളത്. ഒന്ന് ലേഖനവും ഒന്ന് സുവിശേഷം. എന്നാൽ ഞായറാഴ്ചയും മറ്റ് പ്രധാന തിരുനാളുകളിലും 4 വായനകളാണ് കുർബാനയിലുള്ളത്. 2 പഴയ നിയമത്തിൽ നിന്നും 2 പുതിയ നിയമത്തിൽ നിന്നും. എന്തുകൊണ്ടാണ് 4 വായനകൾ കുർബാനയിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വായനകൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഏത് മനോഭാവത്തോടുകൂടിയാണ് അവയെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. പഴയ നിയമ വായനകളിൽ 1 നിയമത്തിൽ നിന്നും 1 പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. നിയമപുസ്തകമെന്ന് പഴയ നിയമത്തിൽ പറയുക പഞ്ചഗ്രന്ഥിയാണ്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. ഈ 5 പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം ആദ്യത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നു. രണ്ടാമത്തെ വായനയിൽ അതിനുശേഷമുള്ള പഴയ നിയമ ഗ്രന്ഥങ്ങളെ പ്രവാചക ഗ്രന്ഥങ്ങളായിട്ട് കരുതി അവയിൽ നിന്ന് ഒരു വായന. വീണ്ടും അതിനുശേഷം ലേഖനങ്ങളിൽ നിന്ന് 1 എടുത്ത് വായിക്കുന്നു. ഈ 3 വായനകൾക്കും ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ വായന കുർബാനയിൽ നമ്മൾ കാണുക. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ഇത് വായിക്കുന്ന വ്യക്തികളും വായിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരുന്ന രീതിയുമൊക്കെ കാണുമ്പോൾ കുർബാനയിൽ ഓരോ വായനയ്ക്കുമുള്ള പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് കുർബാനയിൽ പഴയ നിയമത്തിൽ നിന്ന് വായനകൾ വരുന്നത്? പഴയ നിയമ വായന എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു പറയുന്ന കാര്യമൊന്ന് ഓർത്താൽ മതി. നിയമത്തിലും പ്രവാചകരിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മുഴുവൻ അവർക്ക് വിശദീകരിച്ച് കൊടുത്തതിന് ശേഷമാണ് അവിടുന്ന് അപ്പം മുറിക്കുന്നത്.
എമ്മാവൂസിലെ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിയുക, ദിവ്യകാരുണ്യത്തിലെ യേശുവിനെ മനസ്സിലാക്കുക, വചനം മനസ്സിലാക്കിയപ്പോഴാണ്. നിയമത്തിലും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലും യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദിവ്യകാരുണ്യത്തിലെ തമ്പുരാനെ അവർക്ക് കാണാനായിട്ട് പറ്റി. ഹൃദയം ജ്വലിച്ചു അവരുടെ. പ്രിയമുള്ളവരെ, ഓരോ വചനവായനയും എമ്മാവൂസിലെ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ടാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. വചനം കൊണ്ട് ജ്വലിക്കാൻ, വചനത്താൽ ജ്വലിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്നാ വരുന്നത്? അന്ധകാരം മാറിപ്പോവുകയാണ്. എല്ലാം മറന്നുപോയി അവർക്കെല്ലാം നിരാശയായി, അസ്വസ്ഥതയായി. പക്ഷേ വചനത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ വലിയ പ്രതീക്ഷയാണ് അവർക്ക് വരുന്നത്. അതുമാത്രമല്ല, അതുവരെ അവർ അറിയാതിരുന്നത്, അനുഭവിക്കാതിരുന്നത് അവർക്ക് അനുഭവിക്കാൻ പറ്റി. എന്താ? ഉദ്ധിതനെ കാണാൻ പറ്റി. പ്രിയമുള്ളവരെ, കുർബാനയിൽ നമുക്ക് ഈശോയെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോയെ അനുഭവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ലെങ്കിൽ, വചനത്തിൽ ഞാൻ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. വചനത്തിൽ ഞാൻ പ്രാവീണ്യം നേടിയിട്ടുണ്ടോ? വചനം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്? ആധുനിക കാലത്തുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക, ഇന്ന് നമുക്ക് കുർബാനയും മറ്റു കൂദാശകളും അനുഭവവേദ്യമാകാത്തതിൻ്റെ ഒരു കാരണം വചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞതയാണ്. വചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞത. അപ്പോൾ കുർബാന നമുക്ക് തരുന്ന വലിയൊരു സാധ്യതയുണ്ട്. ഈ വചനം കേൾക്കാനുള്ള അനുഗ്രഹം, വചനം ശ്രവിക്കാനുള്ള അനുഗ്രഹം കുർബാന നമുക്ക് തരികയാണ്. അപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ പഴയ നിയമത്തിലും പ്രവാചകന്മാരിലും യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടത് അറിഞ്ഞെങ്കിൽ മാത്രമേ തുടർന്നു വരുന്ന ശുശ്രൂഷ അനുഭവവേദ്യമാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ക്രിസ്തുവിനെ അറിയാൻ പറ്റുകയുള്ളൂ. ദിവ്യകാരുണ്യ അപ്പത്തിൽ ക്രിസ്തുവിനെ കാണണമെങ്കിൽ വചനത്തിലുള്ള യേശുവിനെ അറിഞ്ഞിരിക്കണം. അതാണ് എമ്മാവൂസിലേക്ക് പോയ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. ഇനിയും പഴയ നിയമം കുർബാനയിൽ വായിക്കാനുള്ള കാരണമായിട്ട് സഭാപിതാക്കന്മാർ പറയുക, യേശു പഴയ നിയമ ഗ്രന്ഥം തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിച്ചിരുന്നു എന്നതുകൊണ്ടാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ യേശു പഴയ നിയമ വായനകളെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചിരുന്നു. വചനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. യേശു പ്രവാചകന്മാരെയും നിയമഗ്രന്ഥത്തെയും കുറിച്ച് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ തിരുവചനം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അവൻ സിനഗോഗിലേക്ക് പ്രവേശിച്ചു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവനു നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത് യേശുവിനെ കുറിച്ചാണ് എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം വായിക്കാനായിട്ട് കേൾക്കാനായിട്ട് ദൈവജനത്തെ ഒരുക്കുകയാണ് പ്രവാചക ഗ്രന്ഥ വായനയിലൂടെ. യേശുവിലൂടെ പൂർത്തിയാക്കപ്പെട്ട ദൈവരഹസ്യത്തെ ആഴത്തിൽ അറിയണമെങ്കിൽ പ്രവാചകരിലും നിയമഗ്രന്ഥത്തിലും യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ അറിവുള്ളവനായിരിക്കണം. മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിൾ പണ്ഡിതർ നമ്മളെ പഠിപ്പിക്കാറുണ്ട്, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവെന്ന് സ്ഥാപിക്കാനായിട്ടാണ് മത്തായി ശ്ലീഹ ശ്രമിക്കുക. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം ഈ യേശുവിൽ, മനുഷ്യാവതാരം ചെയ്ത യേശുവിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ സ്ഥാപിച്ചെടുക്കുകയാണ്. അപ്പോൾ പഴയ നിയമഗ്രന്ഥം യേശു തൻ്റെ പരസ്യജീവിത ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചുവെങ്കിൽ
യേശു അതിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ സഭയും അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം സഭ തുടരുന്ന ശുശ്രൂഷ യേശുവിൻ്റെ ശുശ്രൂഷയാണ്, യേശുവിൻ്റെ സദ്വാർത്തയാണ്. യേശു തൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കാൻ പഴയ നിയമ ഗ്രന്ഥങ്ങളെ ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് സഭ തൻ്റെ ദിവ്യകാരുണ്യ ശുശ്രൂഷയിൽ പഴയ നിയമത്തിൽ നിന്നും വായനകൾ ചേർക്കണം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 42-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വീണ്ടും യേശു എങ്ങനെയാണ് പഴയ നിയമം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. 5-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 45-ാമത്തെ തിരുവചനം, പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. 46-ാമത്തെ തിരുവചനം, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. മോശയുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് നിയമഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് നിയമത്തിൽ നിന്നും പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നും പുതിയ കുർബാനയിൽ വായനകൾ സഭ ചേർത്തിരിക്കുക. നിയമത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മോശയുടെ ഗ്രന്ഥങ്ങളിൽ പഞ്ചഗ്രന്ഥിയിൽ യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. അത് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 46-ാമത്തെ തിരുവചനത്തിൽ. അപ്പം യേശു തന്നെക്കുറിച്ച് പറയപ്പെട്ടത് നിയമഗ്രന്ഥത്തിൽ ഉണ്ട് എന്നും അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് സഭയുടെ വലിയ ദൗത്യമാണ് യേശുവിൻ്റെ ഈ ശുശ്രൂഷ തുടരുക. നിയമഗ്രന്ഥത്തിൽ കാണുന്ന ക്രിസ്തു രഹസ്യത്തെ ദൈവജനത്തിന് മനസ്സിലാക്കി കൊടുക്കുക, പഠിപ്പിക്കുക. എത്രയോ ആഗ്രഹത്തോടു കൂടിയാണ് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതെന്ന് ആലോചിച്ചു നോക്കിയേ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ യേശു വീണ്ടും പഴയ നിയമ ഗ്രന്ഥങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. കപടനാട്യക്കാരെ, യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. നോക്കിയേ, വചനം പ്രസംഗിക്കാൻ യേശു ഉപയോഗിക്കുന്നത് പ്രവാചക ഗ്രന്ഥമാണ്. യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ തിരുവചന ഭാഗമാണ്. യെശയ്യാ പ്രവാചകൻ്റെ തിരുവചന ഭാഗമാണ് ഇവിടെ ആവർത്തിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. യേശു പ്രവാചക ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ, സദ്വാർത്ത അറിയിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയോ കൊതിയോടുകൂടിയ, എത്രയോ ആഗ്രഹത്തോടു കൂടിയ പഴയ നിയമ വായനയെ നമ്മൾ കാണേണ്ടത്. യേശു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തു രഹസ്യത്തെ ഈ നിയമഗ്രന്ഥത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും എനിക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ ആഗ്രഹത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 31-ഉം 32-ഉം തിരുവചനത്തിൽ, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കുറിച്ച്, പിതാക്കന്മാരെക്കുറിച്ച് യേശു സൂചിപ്പിക്കുന്നത് നോക്കി. ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവുമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്. അപ്പം അവരെക്കുറിച്ച് എഴുതപ്പെട്ട ഭാഗങ്ങൾ കുർബാനയിൽ വായിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ചൈതന്യത്തോട് ചേരുകയാണ്. സഭ ക്രിസ്തുവിനെ പോലെ വചനം വീണ്ടും പങ്കുവെച്ചു കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ ക്രിസ്തു രഹസ്യത്തെ ദൈവജനത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ യേശു ശ്രമിച്ചെങ്കിൽ അതേ ശ്രമമാണ് ഇന്ന് കുർബാനയിലൂടെ സഭ ചെയ്യുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിയമഗ്രന്ഥത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നും 2 വായനകൾ ആദ്യം പഴയ നിയമത്തിൽ നിന്ന് കുർബാനയിൽ വരാനുള്ള കാരണം ഇതാണ്. നിയമത്തിലും പ്രവാചകരിലും യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. നിയമത്തെയും പ്രവാചകന്മാരെയും യേശു തൻ്റെ ശുശ്രൂഷയിൽ കോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് സഭ തൻ്റെ ശുശ്രൂഷയിൽ യേശു ചെയ്ത അതേ പ്രവൃത്തി ഇന്ന് ആവർത്തിക്കുന്നു. പഴയ നിയമത്തിന് അർത്ഥം കൈവരുക യേശുവിൻ്റെ നയനങ്ങളിലൂടെ അവയെ വായിക്കുമ്പോഴാണ്. യേശു പറഞ്ഞു തന്നതുപോലെ പഴയ നിയമത്തെ മനസ്സിലാക്കുമ്പോഴാണ്. യേശു പറഞ്ഞതുപോലെ മനസ്സിലാക്കണം.
പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് പഴയ നിയമം വ്യാഖ്യാനിക്കുന്നത്. പലപ്പോഴും പുതിയ നിയമ ബന്ധമില്ലാതെ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. തിരുത്തേണ്ടടുത്ത് തിരുത്തൽ കൊടുത്തവനാണ് തമ്പുരാൻ. ഞാൻ പറയുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, തിരുത്തേണ്ടടുത്ത് തിരുത്താനും സ്വീകരിക്കേണ്ടത് പറഞ്ഞു കൊടുക്കാനും യേശു ശ്രമിച്ചതുപോലെ പഴയ നിയമ ഗ്രന്ഥങ്ങളെ യേശുവിൻ്റെ നയനങ്ങളിലൂടെ വായിക്കാനായിട്ടാണ് കുർബാനയിൽ സഭ ശ്രമിക്കുന്നത്. യേശുവിനെ പോലെ പഴയ നിയമത്തെ മനസ്സിലാക്കാൻ. ഈ 2 വായനകൾക്ക് ശേഷം ഒരു പാട്ടുണ്ട്, അതിനുശേഷം ഒരു പ്രാർത്ഥനയുണ്ട്, അതിനുശേഷമാണ് പുതിയ നിയമത്തിലെ ലേഖന വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എന്തിനാണ് ഇതിനിടയ്ക്ക് ഒരു പ്രാർത്ഥനയും ഒരു പാട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം 4 വായനകളുടെ ഇടയിൽ വിരസതയുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനുഷ്യരാണ്. ഒരു കാര്യം ഒത്തിരി നേരം നമ്മൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനെ ഇമ്പമുള്ളതാക്കി തീർക്കണം, അനുഭവവേദ്യമാക്കി തീർക്കണം. അതുകൊണ്ടാണ് അതിനിടയിൽ ഒരു പാട്ടും അതുപോലെ ഒരു പ്രാർത്ഥനയും നമ്മൾ കാണും. പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കി. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. യേശു ദൈവത്തെ പ്രകീർത്തിക്കുന്നത് എങ്ങനെയാണ്? സർവജ്ഞനായ ഭരണകർത്താവ്, തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. ദൈവം ഭരിക്കുന്നവനാണ്. പക്ഷേ അവിടുത്തെ ഭരണമൊരിക്കലും മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതല്ല, പരിപാലിക്കുന്നവനാണ്. അവിടെ ദൈവം പരിപാലിക്കുന്നവനാ, സംരക്ഷിക്കുന്നവനാ. ദൈവത്തിൻ്റെ ഭരണം അടിച്ചമർത്തലല്ല, രക്ഷിക്കലാണ്. ദൈവജനത്തെ രക്ഷിക്കലാണ്. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകന്, പിന്നെയോ സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ. ദൈവം സകല നന്മകളുടെ ഉറവിടമാണ്. ആ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാനായി പ്രാർത്ഥന നമ്മളോട് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി വിശ്വാസികളെ പറഞ്ഞു കൊടുക്കുന്നത്, ഇവൻ സർവജ്ഞനാണ്, സർവജ്ഞാനമുള്ളവനാണ്, പരിപാലിക്കുന്നവനാണ്, സർവ നന്മകളുടെയും ഉറവിടമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വചനം കേൾക്കാൻ കാത്തിരിക്കുക. അവൻ ഇനിയും സംസാരിക്കും നമ്മളോട്. അതാണ് സാധാരണ ദിവസം നമ്മൾ ചെല്ലുന്നത്. ഞായറാഴ്ചകളിലാണെങ്കിലോ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ കൽപ്പന ഞങ്ങൾക്ക് മധുരമാണ്. ഞങ്ങളുടെ കൽപ്പന ഞങ്ങൾക്ക് മധുരമാണ്. തേൻ പോലെ മധുരിച്ചു യേശുവൻ ദൈവത്തിൻ്റെ വചനങ്ങളെന്നാണ് പ്രവാചകൻ പറയുക. തേൻ പോലെ മധുരിച്ചു. ആ സംഭവത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി എന്ത് കിട്ടും? ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം കേട്ട് കഴിയുമ്പോൾ, ആ മധുര സ്വരം ശ്രവിച്ചു കഴിയുമ്പോൾ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സ്തുതിക്കാനായിട്ട് തോന്നും, ദൈവത്തെ ആരാധിക്കാനായിട്ട് തോന്നും. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരമാണ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് തോന്നുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മളെ ഒരുക്കുന്നത് അടുത്ത വചന വായനയ്ക്ക് വേണ്ടിയിട്ടാണ്. ലേഖനത്തിൽ നിന്നുള്ള വായനയാണ് ഇനിയുള്ളത്. അത് സാധാരണ യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ വരവിന് ഉള്ള ഒരുക്കം നടത്തിയതുപോലെ ഉള്ള സുവിശേഷ വായനയ്ക്കുള്ള ഒരുക്കമായിട്ടാണ് പൗരസ്ത്യ സഭാപിതാക്കന്മാർ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞതിനെ സൂചിപ്പിക്കുന്നതാണ് ലേഖന വായന. ഈ ലേഖന വായനയോടുകൂടെ സുവിശേഷ വായനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പം 3 വായനകൾ ഞായറാഴ്ച കഴിഞ്ഞു. പഴയ നിയമത്തിൽ നിന്ന് 2, അതിനുശേഷം ഒരു പ്രാർത്ഥന, ഒരു ഗീതം, അമ്പരമനവരതം എന്നുള്ളത്. അതിനുശേഷം പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വരാൻ പോകുന്നത്.
ആ സമയത്ത് ശ്രദ്ധിച്ചു നോക്കി ഈ പ്രാധാന്യം കാണിക്കാൻ പുരോഹിതൻ ധൂപകലശത്തിൽ കുന്തിരിക്കമിടുന്നു. ധൂപക്കുറ്റിയും തിരികളും കുരിശും കൊണ്ടൊക്കെ അച്ഛൻ പ്രധാന അൾത്താരയിൽ വലതുവശത്ത് വെച്ചിരിക്കുന്ന സുവിശേഷ ഗ്രന്ഥം എടുക്കുന്നു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷ ഗ്രന്ഥം വലതുവശത്ത് വെക്കുക. ഈ വലതുവശത്ത് ദൈവപിതാവിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രൻ, ആ പുത്രനെ സൂചിപ്പിക്കാൻ ബലിപീഠത്തിൻ്റെ പ്രധാന അൾത്താരയുടെ വലതുവശത്ത് സുവിശേഷം വെച്ചിരിക്കുന്നു. ആ സുവിശേഷം ധൂപിച്ചതിനു ശേഷം പ്രദക്ഷിണമായിട്ട് വചന ശുശ്രൂഷയുടെ അവസാനത്തെ വായനയിലേക്ക് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷ വായനയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുക. വരുന്നത് എപ്രകാരമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പല എപ്പിസോഡുകളിലും. സുവിശേഷ ഗ്രന്ഥം കൊണ്ട് മുഖം മറച്ചിട്ട് എത്രയോ അനുഭവത്തോടുകൂടെ ഒരു പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷയാണിതെന്നറിയാമോ? ആ അവസരത്തിൽ സഭ പുരോഹിതനെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നീ അല്ല സംസാരിക്കാൻ പോകുന്നത്, നിന്നെയല്ല ദൈവജനം കേൾക്കേണ്ടത്, ക്രിസ്തുവിനെയാണ് നിന്നിലൂടെ കേൾക്കേണ്ടത്. മുഖം മറയ്ക്കുന്നത് വഴി ഞാനല്ല ക്രിസ്തുവെന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസിനെ പോലെ ആത്മീയമായിട്ട് പറഞ്ഞുകൊണ്ട് ആ പുരോഹിതൻ ബലിവേദിയിൽ നിന്ന് വചനവേദിയിലേക്ക് സുവിശേഷം കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, എത്രയോ ഒരുക്കമാച്ചനുണ്ടായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം പറയാൻ. എൻ്റെ അധരങ്ങൾ, എൻ്റെ വാക്കുകൾ ഞാൻ വിട്ടുകൊടുക്കുന്ന പരിശുദ്ധമായ നിമിഷം, എന്നിലൂടെ ദൈവം സംസാരിക്കുന്ന നിമിഷം. അതുകൊണ്ടാണ് സുവിശേഷ ഗ്രന്ഥം എടുത്തിട്ട് നിൻ്റെ വചനത്താൽ എന്നെ ജ്ഞാനിയാക്കണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ വചനം കൊണ്ട് എന്നെ ജ്ഞാനിയാക്കണം, കാരണം നിൻ്റെ വചനമാണ് ഞാൻ പറയേണ്ടത്. ഈ അതിപ്രധാനമായ ശുശ്രൂഷയെ പ്രിയമുള്ളവരെ ലാഘവത്തോടെ കാണരുതേ. ഒരു പുരോഹിതനും ലാഘവത്തോടെ കാണാനായിട്ട് ഇടയാവരുത്. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ ഒരുങ്ങണം ഓരോ പുരോഹിതനും. ഓരോ പുരോഹിതനും എത്രയോ തവണ ഒരുക്കേണ്ടതാണ്. മരിച്ചുപോയ കോട്ടയം സെമിനാരിയിൽ ആധ്യാത്മിക പിതാവായിരുന്ന മങ്കുഴിക്കരി അച്ഛൻ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം മേജർ ആർച്ച് ബിഷപ്പായി കഴിഞ്ഞപ്പോൾ ആലഞ്ചേരി പിതാവ് ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ വന്ന് കുട്ടികളോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അന്ന് സെമിനാരിയിൽ വെച്ച് എൻ്റെ ആധ്യാത്മിക പിതാവ് എന്നോട് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം അടുത്ത ഞായറാഴ്ചത്തെ വായന എന്താണെന്നെടുത്ത് വായിക്കണം. പിന്നീട് ആ ആഴ്ച മുഴുവൻ ആ വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഒരാഴ്ചത്തെ ധ്യാനത്തിന് ശേഷം വേണം ഞായറാഴ്ച വചന പ്രഘോഷണം നടത്താൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനത്തെ പരിശുദ്ധ അമ്മയെപ്പോലെ ഗർഭം ധരിക്കേണ്ടവനാണ് പുരോഹിതൻ. ആ ഗർഭം ധരിക്കുന്ന പുരോഹിതന് മാത്രമേ യേശുവിനെ ലോകത്തിന് കൊടുത്ത പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തെ ശരിയായിട്ട് പ്രഘോഷിക്കാൻ പറ്റുകയുള്ളൂ. ദൈവവചനം പ്രഘോഷിക്കാൻ സക്രാരിയുടെ മുമ്പിലിരുന്ന് എല്ലാ ദിവസവും പുരോഹിതൻ ഒരേ ഒരു പ്രാർത്ഥന പറയാനുണ്ട്. പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, അടുത്ത ഞായറാഴ്ച നിൻ്റെ ജനത്തെ ഈ പള്ളിയിൽ നീ കൊണ്ടുവരുമ്പോൾ അവരോട് പറയാനുള്ള വചനം എനിക്ക് തരണം, വചനത്തിൻ്റെ നിറവെനിക്ക് തരണം. ഈ പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കേണ്ടവൻ ആ പുരോഹിതൻ. ഈ പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കേണ്ടവൻ, ഒരുങ്ങിയിട്ട് ദൈവവചന ശുശ്രൂഷ ചെയ്യേണ്ടവൻ. ഈ സുവിശേഷ ഗ്രന്ഥം കൊണ്ടുവന്ന് വായിച്ചിട്ട് ആ സുവിശേഷ ഗ്രന്ഥത്തിൽ ചുംബിച്ച് പിന്നീട് നടക്കുന്നത് വചന പ്രഘോഷണമാണ്. ഈ 4 വായനകളിലൂടെയും വെളിവാക്കപ്പെട്ട ക്രിസ്തു രഹസ്യത്തെ ദൈവജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുക. ഈ 4 വായനകളിലും കാണുന്ന ദൈവരഹസ്യത്തെ, ക്രിസ്തു രഹസ്യത്തെ, അതാണ് വചന പ്രഘോഷണം. ഈ ക്രിസ്തു രഹസ്യത്തിന് വേണ്ടിയിട്ടാണ് ജനം കാതോർത്തിരിക്കുക. ഈ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ നമ്മുടെ ദേവാലയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം മധുരമായിട്ടാണോ പ്രഘോഷിക്കപ്പെടുന്നത്? ഈ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കണം എൻ്റെ ജനമെന്നുള്ള ആഗ്രഹം പുരോഹിതനുണ്ടോ? പ്രിയമുള്ളവരെ,
നമ്മളുടെ പ്രാർത്ഥനയുടെ വലിയൊരു വിഷയമാണ് നമ്മളുടെ പുരോഹിതർക്ക് മധുരകരമായ വചനം പ്രഘോഷിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന്, അനുഗ്രഹം തരണമേ എന്ന്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവജനം ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപ വേണം പുരോഹിതന്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ മാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നിമിഷം തന്നെ ദൈവജനത്തെ ആശീർവദിക്കാൻ വന്നപ്പം പറഞ്ഞു, ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിൽ നിറയാൻ വേണ്ടി. ഈ മാതൃക നമ്മൾക്കും പിന്തുടരാനായിട്ടിടവരട്ടെ, നമ്മുടെ പുരോഹിതരെ പിന്തുടരാനായിട്ടിടവരട്ടെ. ദൈവജനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ തലകുനിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം വരുവാൻ വേണ്ടി പ്രിയ ദൈവജനമേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചന ശുശ്രൂഷ മധുരതരമാകാൻ, ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രഘോഷിക്കപ്പെടാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ തലകുനിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും ഈ നിയോഗവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷയാണ് വളരെ താല്പര്യത്തോടുകൂടെ നമ്മൾ പങ്കെടുക്കേണ്ട ഒരു ശുശ്രൂഷ കുർബാനയിൽ. വചനപ്രഘോഷണം കഴിഞ്ഞ് പിന്നീട് കാറോസൂസ പ്രാർത്ഥനയോടുകൂടെ വചന ശുശ്രൂഷയുടെ ഭാഗം കുർബാനയിൽ തീരുകയും. കാറോസൂസ എന്ന് പറഞ്ഞാൽ പ്രഘോഷണം എന്നാണ് ആ വാക്കിനർത്ഥം. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, അവൻ്റെ കാരുണ്യവും ദയയും യാചിക്കുന്നു. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എളിമയോടുകൂടെ നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. കുർബാനയിലെ ഇത്ര പ്രാധാന്യമുള്ള വചന ശുശ്രൂഷയെ ഗൗരവതരമായിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അതിനുള്ള ഒരുക്കം ഞാൻ നടത്തിയിട്ടുണ്ടോ? എൻ്റെ ഇടവകയിലെ വികാരിയച്ചൻ നിർമ്മലമായ ഹൃദയത്തോടുകൂടെ, പരിശുദ്ധമായ മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ 4 വായനകൾ വിരസമായി കാണേണ്ടതല്ല പ്രിയമുള്ളവരെ. വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വചനം കേൾക്കുന്നവരും വായിക്കുന്നവരും ഇത് പാലിക്കുന്നവരും അനുഗ്രഹീതരാണ്. വായിക്കാൻ നേരം കിട്ടിയിട്ടില്ലെങ്കിൽ കുർബാനയിൽ വായിക്കുന്ന വചനം കേൾക്കാനെങ്കിലും ഇനി നമുക്ക് മനസ്സുണ്ടാകണം. അതുവഴി നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അർഹിക്കുന്ന ആദരം കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കുർബാനയിലെ വചന ശുശ്രൂഷയെ താല്പര്യത്തോടുകൂടെ കാണാനും പങ്കെടുക്കാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുനാ
വാ വാ യേശുനാഥ, യേശുനാഥ